ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിസ്ട്രിയിലെ എലമെൻറ്റ്സ് ആൻഡ് പീരിയോഡിക് ടേബിൾ എന്ന ഭാഗത്തു നിന്നും PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ എലമെൻറ്റ് ഹാവിംഗ് ഹയസ്റ്റ് അറ്റോമിക് നമ്പർ ഇൻ മോഡേൺ പീരിയോഡിക് ടേബിൾ? ആധുനിക ആവർത്തന പട്ടികയിലെ അറ്റോമിക നമ്പർ ഏറ്റവും കൂടിയ മൂലകം ഏതാണ്? ഉത്തരം ഒഗനസൺ. ഒഗനസൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 118 ആണ്, 118. അടുത്ത ചോദ്യം, വൈൽ റൈറ്റിംഗ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വാട്ട് ഡസ് ദ നമ്പർ ഇൻ ദ ലെഫ്റ്റ് സൈഡ് ഇൻഡിക്കേറ്റ്? സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ സബ്ഷെല്ലുകളുടെ ഇടതുവശത്ത് ചേർക്കുന്ന സംഖ്യ എന്തിനെ സൂചിപ്പിക്കുന്നു എന്നതാണ് ചോദ്യം. ഉത്തരം ഷെൽ നമ്പർ. അടുത്ത ചോദ്യം, വിച്ച് ഇയർ വാസ് സെലിബ്രേറ്റഡ് ആസ് ഇൻ്റർനാഷണൽ പീരിയോഡിക് ടേബിൾ ഇയർ? അന്താരാഷ്ട്ര ആവർത്തന പട്ടിക വർഷമായി ആചരിച്ചത് ഏത് വർഷമാണ്? ഉത്തരം 2019, 2019. അടുത്ത ചോദ്യം, ഹൂ ഡിസ്കവേർഡ് ഹൈഡ്രജൻ? ഹൈഡ്രജൻ കണ്ടെത്തിയത് ആരാണ്? ഉത്തരം ഹെൻറി കാവൻഡിഷ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ മാക്രോ മിനറൽസ്? അതായത് സ്ഥൂല ധാതുക്കൾ ഏതൊക്കെ എന്നതാണ് ചോദ്യം. ഇതെങ്ങനെയാണ് PSC ചോദിക്കുക എന്ന് വെച്ചാൽ മാക്രോ മിനറൽസും മൈക്രോ മിനറൽസും ഒക്കെ മിക്സ് ചെയ്ത് ഗ്രൂപ്പായിട്ടൊക്കെ ഇട്ടേക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എടുത്തെഴുതണം. ഇതിലേതാണ് മാക്രോ മിനറൽസ്, ഏതാണ് മൈക്രോ മിനറൽസ് എന്നൊക്കെ അറിഞ്ഞാലേ നമുക്കത് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ 7 മാക്രോ മിനറൽസ് അല്ലെങ്കിൽ 7 സ്ഥൂല ധാതുക്കളാണ് നമുക്കുള്ളത്. നമ്മുടെ ശരീരത്തിന് വലിയ അളവിൽ ആവശ്യമായിട്ടുള്ളവയാണ് മാക്രോ മിനറൽസ്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ കാൽഷ്യം, പൊട്ടാഷ്യം, ക്ലോറൈഡ്, സോഡിയം, ഫോസ്ഫറസ്, മഗ്നീഷ്യം ആൻഡ് സൾഫർ. ഈ 7 മാക്രോ മിനറൽസും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തെറ്റില്ല. ഇനി അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻഡ് യൂസ് ഓഫ് ഓക്സിജൻ? ഇപ്പോൾ PSC കൂടുതൽ കൺഫ്യൂസ് ചെയ്യിക്കുന്നത് ഇങ്ങനെ നോട്ട്, വ്രോങ് ഇങ്ങനെയുള്ള വേർഡ്സ് തന്നിട്ടാണ്. നമ്മൾ ശരി ഉത്തരം കാണുമ്പോൾ പെട്ടെന്ന് ശരി ഉത്തരം ചാടി കയറി അങ്ങ് അടയാളപ്പെടുത്തും. പക്ഷേ ചോദിക്കുന്നത് ശരിയല്ലാത്തത് ഏതെന്നോ നോട്ടെന്നൊക്കെ ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ തന്നെ ഇപ്പോൾ നോട്ടാണെങ്കിൽ ആ ക്വസ്റ്റ്യനിൽ നോട്ട് ഉണ്ടെങ്കിൽ അതിലൊരു ചെറിയ അണ്ടർലൈൻ ചെയ്യുകയോ, വ്രോങ് സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ ആ വ്രോങ്ങിൽ അണ്ടർലൈൻ ചെയ്യുകയോ ചെയ്താൽ പെട്ടെന്ന് അത് നമുക്ക് തെറ്റിപ്പോകത്തില്ല. അപ്പോൾ ഇവിടെ ചോദ്യം എന്ന് വെച്ചാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻഡ് യൂസ് ഓഫ് ഓക്സിജൻ? താഴെ തന്നിരിക്കുന്നതിൽ ഓക്സിജൻ്റെ ഉപയോഗം അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. ഫസ്റ്റ് ഓപ്ഷൻ ഫോർ കമ്പഷൻ, അതായത് കത്താൻ സഹായിക്കുന്നു. അടുത്ത ഓപ്ഷൻ ഓക്സിഡൈസിങ് ഏജൻറ്റ് ഇൻ റോക്കറ്റ് ഫ്യൂവൽസ്, റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സികാരിയായി ഉപയോഗിക്കുന്നു. അടുത്ത ഓപ്ഷൻ ഫോർ പ്രിപ്പറേഷൻ ഓഫ് ബ്ലീച്ചിങ് പൗഡർ, ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. അടുത്ത ഓപ്ഷൻ ഫോർ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ അഥവാ കൃത്രിമ ശ്വസനത്തിന് ഉപയോഗിക്കുന്നു. ഇതിൽ ഏതാണ് ഓക്സിജൻ്റെ പ്രത്യേകത അല്ലാത്തത് അല്ലെങ്കിൽ ഉപയോഗമല്ലാത്തത്? ഉത്തരം എന്ന് പറയുന്നത് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ബ്ലീച്ചിങ് പൗഡർ. അപ്പോൾ ബാക്കി 3 എണ്ണവും ഓക്സിജൻ്റെ ഉപയോഗത്തിൽ വരുന്നതാണ്. ആ ബാക്കി ഓപ്ഷൻസും കൂടെ നോക്കി വെച്ചേക്കണം, കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ടും ചോദ്യങ്ങൾ വരാം. അടുത്ത ചോദ്യം, വിച്ച് ഈസ് ദ മെയിൻ എലമെൻറ്റ് പ്രസൻറ്റ് ഇൻ ബാറ്ററീസ് ഓഫ് ഇലക്ട്രിക് കാർ? ഇലക്ട്രിക് വാഹനങ്ങളിലൊക്കെ ബാറ്ററികളിലുള്ള പ്രധാന മൂലകം ഏതാണ് എന്നതാണ് ചോദ്യം. ഉത്തരം ലിഥിയം. അടുത്ത ചോദ്യം, വിച്ച് സബറ്റോമിക് പാർട്ടിക്കിൾ ഇൻ ആൻ ആറ്റം ഡിഫറൻഷിയേറ്റ്സ് 2 എലമെൻറ്റ്സ്? ഒരു മൂലകത്തെ മറ്റു മൂലകത്തിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന കണം ഏതാണ്? ഉത്തരം പ്രോട്ടോൺ. ഓരോ എലമെൻറ്റിനും ഒരു യുണീക്ക് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതൊരിക്കലും ഒരേപോലെ വരില്ല. അതുകൊണ്ട് തന്നെ പ്രോട്ടോണിനെ ഒരു മൂലകത്തിൻ്റെ ഫിംഗർ പ്രിൻ്റ് എന്നൊക്കെ വിളിക്കാറുണ്ട്. അടുത്ത ചോദ്യം, W ഈസ് ദ സിംബൽ ഓഫ് വിച്ച് എലമെൻറ്റ്? ഏത് മൂലകത്തിൻ്റെ പ്രതീകമാണ് W? ഉത്തരം ടങ്സ്റ്റൺ. അടുത്ത ചോദ്യം, ഇൻ വിച്ച് ഗ്രൂപ്പ് നോബിൾ ഗ്യാസസ് ആർ ഇൻക്ലൂഡഡ് ഇൻ മോഡേൺ പീരിയോഡിക് ടേബിൾ? ആധുനിക ആവർത്തന പട്ടികയിൽ ഉത്കൃഷ്ടവാതകങ്ങൾ ഏത് ഗ്രൂപ്പിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം ഗ്രൂപ്പ് 18. അടുത്ത ചോദ്യം, വിച്ച് ഗ്യാസ് ഈസ് പ്രൊഡ്യൂസ്ഡ് വെൻ ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് റിയാക്ട്സ് വിത്ത് സിങ്ക്? നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഉത്തരം ഹൈഡ്രജൻ. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ടു ഹൈഡ്രജൻ. ഹൈഡ്രജനുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ആദ്യത്തേത്, ഹൈഡ്രജൻ ഈസ് കളർലെസ്, ഹൈഡ്രജന് നിറമില്ല.
രണ്ടാമത്തേത് ഹൈഡ്രജൻ ഈസ് ഹൈലി ഇൻഫ്ലേമബിൾ ആൻഡ് എക്സ്പ്ലോസീവ് ഗ്യാസ്. ഹൈഡ്രജൻ പെട്ടെന്ന് തീ പിടിക്കുന്നതും പൊട്ടിത്തെറിക്കുന്നതുമായ വാതകമാണ്. അടുത്തത് ഹൈഡ്രജൻ ഈസ് യൂസ്ഡ് ആസ് ഫ്യുവൽ ഇൻ റോക്കറ്റ്സ്. റോക്കറ്റുകളിൽ ഇന്ധനമായി ഹൈഡ്രജൻ ഉപയോഗിക്കുന്നു. അടുത്തത് ഹൈഡ്രജൻ ഹാവ് സ്ട്രോങ് പഞ്ചൻറ്റ് സ്മെൽ. അതായത് ഹൈഡ്രജന് രൂക്ഷഗന്ധം ഉണ്ട് എന്നാണ്. ഇതിൽ തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് ഹൈഡ്രജൻ ഹാവ് സ്ട്രോങ് പഞ്ചൻറ്റ് സ്മെൽ എന്നുള്ളതാണ്. കാരണം ഹൈഡ്രജന് ഒരു സ്മെല്ലും ഇല്ല. അടുത്ത ചോദ്യം, ഹൗ മെനി ഓർബിറ്റൽസ് ആർ ദെയർ ഇൻ ഡി സബ്ഷെൽ. ഡി സബ്ഷെല്ലിൽ എത്ര ഓർബിറ്റലുകളാണ് ഉള്ളത്? ഉത്തരം 5, 5. അപ്പോൾ ഓരോ സബ്ഷെല്ലിലും എത്ര ഓർബിറ്റലുകൾ ഉണ്ടെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. എസ് സബ്ഷെല്ലിൽ ഒരു ഓർബിറ്റലാണ് ഉള്ളത്. പിക്ക് 3, ഡിക്ക് 5, എഫിന് 7. ഇത് ഓർത്തു വച്ചേക്കണം. അടുത്ത ചോദ്യം, വിച്ച് എലമെൻറ്റ് ഹാസ് ദ ഹയസ്റ്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി. ഏത് മൂലകത്തിനാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ളത് എന്നാണ്. ഉത്തരം ഫ്ലൂറിൻ. അടുത്ത ചോദ്യം, വിച്ച് ഗ്രൂപ്പ് എലമെൻറ്റ്സ് ആർ നോൺ ആസ് ചാൽക്കോജൻ. ചാൽക്കോജനുകൾ എന്ന് അറിയപ്പെടുന്നത് ഏത് ഗ്രൂപ്പ് മൂലകങ്ങളെയാണ്? ഉത്തരം ഗ്രൂപ്പ് 16. അടുത്ത ചോദ്യം, ദ എലമെൻറ്റ്സ് ഇൻ മോഡേൺ പീരിയോഡിക് ടേബിൾ ഈസ് അറേഞ്ച്ഡ് അക്കോർഡിംഗ് ടു വിച്ച് പ്രോപ്പർട്ടി. ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് ഏത് ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഉത്തരം അറ്റോമിക നമ്പർ. അറ്റോമിക് നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ് മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, വിച്ച് ഗ്യാസ് ഈസ് പ്രൊഡ്യൂസ്ഡ് വെൻ പൊട്ടാഷ്യം പെർമാഗ്നേറ്റ് ക്രിസ്റ്റൽസ് ആർ ഹീറ്റഡ്. അതായത് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് തരികൾ ചൂടാക്കുമ്പോൾ ഏത് വാതകമാണ് ഉണ്ടാവുന്നത്? ഉത്തരം ഓക്സിജൻ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ വ്രോങ്. താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് അഥവാ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആദ്യത്തേത്, ഹൈഡ്രജൻ ഡസൻറ്റ് ഹാവ് ന്യൂട്രോൺ. ഹൈഡ്രജന് ന്യൂട്രോൺ ഇല്ല. അടുത്തത്, ഫ്ലൂറിൻ ഹാവ് ഹയസ്റ്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി. ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ളത് ഫ്ലൂറിനാണ്. അടുത്തത്, ഹൈഡ്രജൻ ഹാവ് ഡിഫറെൻറ്റ് അറ്റോമിക് നമ്പർ ആൻഡ് മാസ് നമ്പർ. ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പറും മാസ് നമ്പറും വ്യത്യസ്തമാണ്. അടുത്തത്, സിങ്ക് ഈസ് യൂസ്ഡ് ആസ് ഇലക്ട്രോഡ്സ് ഇൻ ഡ്രൈ സെൽ. ഡ്രൈ സെല്ലുകളിൽ ഇലക്ട്രോഡായി സിങ്ക് ആണ് ഉപയോഗിക്കുന്നത്. ഇതിൽ ഏതാണ് തെറ്റ്? ഹൈഡ്രജൻ ഹാവ് ഡിഫറെൻറ്റ് അറ്റോമിക് നമ്പർ ആൻഡ് മാസ് നമ്പർ എന്നുള്ളതാണ് തെറ്റ്. ഹൈഡ്രജന് ഒരേ അറ്റോമിക് നമ്പറും മാസ് നമ്പറും ആണ്. കാരണം ഹൈഡ്രജന് ന്യൂട്രോൺ ഇല്ല. അടുത്ത ചോദ്യം, വിച്ച് ഈസ് ദ സെക്കൻഡ് മോസ്റ്റ് അബണ്ടൻറ്റ് ഗ്യാസ് പ്രസൻറ്റ് ഇൻ അറ്റ്മോസ്ഫെറിക് എയർ. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം ഏത് എന്നതാണ് ചോദ്യം. ഉത്തരം ഓക്സിജനാണ്. അപ്പോൾ ഇതുപോലുള്ള ചോദ്യങ്ങൾ ഈയിടെയായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഗ്യാസസ് ഓർഡറിന് അറിഞ്ഞിരിക്കണം. ഏറ്റവും കൂടുതൽ ഏതാണ്, രണ്ടാമത് ഏതാണ്, മൂന്നാമത് ഏതാണ് എന്നറിഞ്ഞിരിക്കണം. കാരണം ഈയിടെ റീസെൻ്റ്ലി കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരുന്നുണ്ട്. ഈ കഴിഞ്ഞ KSനും ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അപ്പോൾ ഓർഡറാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഓർഡർ അറിയാമെങ്കിലേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഏറ്റവും മോസ്റ്റ് അബണ്ടൻറ്റ് ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത് നൈട്രജനാണ്. സെക്കൻഡ് ഓക്സിജൻ, തേർഡ് ആർഗൺ, ഫോർത്ത് കാർബൺ ഡൈ ഓക്സൈഡ്. ഈ ഓർഡർ ഓർത്ത് വെച്ചേക്കണം. അടുത്ത ചോദ്യം, വിച്ച് ഈസ് ദ മോസ്റ്റ് അബണ്ടൻറ്റ് മെറ്റൽ ഇൻ എർത്ത്സ് ക്രസ്റ്റ്. അതായത് ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ലോഹം ഏതാണ് എന്നതാണ്. ഉത്തരം അലൂമിനിയം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ചോദ്യം ചോദിക്കുമ്പോൾ അത് ലോഹമാണോ മൂലകമാണോ എന്ന് പ്രത്യേകം നോക്കണം. ഒരേപോലെ ഇരിക്കും ചോദ്യം കാണുമ്പോൾ. കൺഫ്യൂസ്ഡ് ആവരുത്. കാരണം ഉത്തരം രണ്ടിൻ്റെയും രണ്ടാണ്. ലോഹമാണ് ചോദിക്കുന്നതെങ്കിൽ അലൂമിനിയവും, മൂലകമാണ് ചോദിക്കുന്നതെങ്കിൽ ഓക്സിജനുമാണ് വരിക. രണ്ട് ചോദ്യവും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്.
വിച്ച് ഈസ് ദ മോസ്റ്റ് അബണ്ടൻറ്റ് മെറ്റൽ ഇൻ എർത്ത്സ് ക്രസ്റ്റ് എന്ന് വെച്ചാൽ അത് അലൂമിനിയമാണ്. വിച്ച് ഈസ് ദ മോസ്റ്റ് അബണ്ടൻറ്റ് എലമെൻറ്റ് ഇൻ എർത്ത്സ് ക്രസ്റ്റ് എന്ന് വെച്ചാൽ അത് ഓക്സിജൻ ആണ്. ഇനി അടുത്ത ചോദ്യം, വിച്ച് ഈസ് ദ റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ് പ്രസൻറ്റ് ഇൻ ചാൽക്കോജൻ ഫാമിലി. ചാൽക്കോജൻ ഫാമിലിയിലുള്ള റേഡിയോ ആക്റ്റീവ് മൂലകം ഏതാണ്? ഉത്തരം പൊളോണിയം. PSC ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ഏരിയയാണിത്. ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതെല്ലാം ഈ ഒരൊറ്റ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാൻ നിന്നാൽ ഒരുപാട് ലെങ്തി ആയിപ്പോവും. അതുകൊണ്ട് ഞാൻ വേറെ പാർട്സ് ആയിട്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതുപോലെ എല്ലാ സബ്ജക്റ്റിൻ്റെയും ടോപ്പിക് വൈസ് PYQs ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പോൾ താങ്ക്